എക്സ്ഫയൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭക്തിമാർഗത്തിൽ കാശുണ്ടാക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല വഴി ചാത്തൻ സേവാ മഠങ്ങൾ സ്ഥാപിക്കലാണ്. ചാത്തൻ സേവാ ബിസിനസ് എങ്ങനെ ലാഭകരമായി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ പറയുന്ന ഈ രീതികൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും നാട്ടുകാരെ പറ്റിച്ച് ഒരുപാട് കാശ് സമ്പാദിക്കാൻ പറ്റും. ആ രീതികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം മറ്റുള്ളവരുടെ കാഴ്ചയിൽ നമുക്ക് തന്നെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇയാളെ കണ്ടാൽ നല്ലൊരു ദൈവഭക്തിയുള്ളവനാണെന്നും അല്ലെങ്കിൽ നല്ലൊരു സേവകനാണെന്നും തോന്നുന്ന തരത്തിൽ നമ്മുടെ വേഷവിധാനങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. നീളമുള്ള മുടി, നെറ്റിയിൽ കുറച്ച് വലുപ്പത്തിൽ പൊട്ട്, ലോണെടുത്തായാലും കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അണിയണം. കഴുത്തിലും കൈവിരലുകളിലും ആവശ്യത്തിന് സ്വർണം വേണം. മാല ഒരു 3-4 ആയാൽ അത്രയ്ക്ക് നല്ലത്. എങ്കിലേ ചാത്തൻ സേവകന് ചാത്തനെ കൊണ്ട് ഗുണമുണ്ട് എന്ന തോന്നൽ നമ്മുടെ കസ്റ്റമേഴ്സിനുണ്ടാകൂ. നമ്മൾ ആഭരണങ്ങളൊന്നും അണിയാതിരുന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തോന്നലുണ്ടാകും, ഓ ഇവൻ ചാത്തൻ സേവ നടത്തിയിട്ടും ഇവന് വലിയ ഗുണങ്ങളൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് കുറയും. നേരെ മറിച്ച് സർവാഭരണ വിഭൂഷിതനായി നല്ല മേക്കപ്പൊക്കെ ചെയ്ത് പട്ടുകൊണ്ടുള്ള മുണ്ടെല്ലാം ധരിച്ചിരുന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നല്ലൊരു സേവകനായി, വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹമുള്ള നല്ലൊരു സേവകൻ. ഇത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങലാണ്. ഇതിന് നല്ലൊരു ഗാംഭീര്യമുള്ള പേര് കൂടി കണ്ടെത്തണം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ കിടുങ്ങണം. അതുപോലൊരു പേരായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് പേജ് വഴി വിഷ്ണുമായ സ്വാമിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുന്നവരെ ഹരം കൊള്ളിക്കണം. വിഷ്ണുമായ സ്വാമി അങ്ങനെയാണ്, വിഷ്ണുമായ സ്വാമി ഇങ്ങനെയാണ്, വിഷ്ണുമായ സ്വാമിയെ ആരാധിച്ചാൽ ഗുണങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ തകൃതിയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഏതൊക്കെ വീഡിയോ ചെയ്താലും അതിനിടയിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ചെയ്യുന്ന വീഡിയോയെല്ലാം വെള്ളത്തിൽ വരച്ച വരയാകും. വീഡിയോ കാണുന്നവരിൽ കുറച്ചെങ്കിലും പേർ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് നിങ്ങളെ വിളിക്കാതിരിക്കില്ല. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടുപറമ്പിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വിഷ്ണുമായ അമ്പലം പണിയലാണ്. സഹായിയായി ബന്ധുക്കളെയോ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ തന്നെ കൂടെ നിർത്താം. പക്ഷേ കയ്യിൽ കാശ് വന്നു തുടങ്ങിയാൽ ചിലപ്പോൾ ഇവർ അത് കൈയിട്ട് വരാൻ തുടങ്ങും. പിന്നീട് ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളാകാൻ തുടങ്ങും. അതുകൊണ്ട് നേരത്തെ തന്നെ കാശിൻ്റെ കൈകാര്യം ചെയ്യൽ കൃത്യമായ അക്കൗണ്ട്സ് വഴി മുന്നോട്ട് നീക്കുക. അല്ലെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായി നടത്തുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ കൊണ്ട് നമ്മളുടെ സേവാമഠത്തിനെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുക എന്നതാണ്. അതിന് കാശ് വാങ്ങി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ സേവാമഠത്തിനെ കുറിച്ച് പറയുന്ന പല ആളുകളെയും നിങ്ങൾക്ക് വിലക്കെടുക്കാൻ പറ്റും. ഓരോ ഡയലോഗിനും ഇത്ര രൂപ വീതം കൊടുത്താൽ അവർ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് കാര്യം പറഞ്ഞു തരും. അവിടെ പോയതിനു ശേഷം എനിക്ക് ഇതുപോലുള്ള ഗുണങ്ങളുണ്ടായി, എൻ്റെ പ്രശ്നങ്ങൾ തീർന്നു, ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് ശരിക്ക് നിങ്ങളുടെ സേവാമഠത്തിനെ പൊക്കി മറ്റൊരു ലെവലിലെത്തിക്കും. അതിനുള്ള ആൾക്കാരെ കണ്ടെത്തുന്നതായിരിക്കണം അടുത്ത പണി. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ എങ്ങനെയായാലും പബ്ലിക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ മഠത്തിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള മറ്റൊരു വഴി. ഇതൊക്കെ കണ്ടാൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും വഴിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന
പാവം ജനങ്ങൾ എങ്ങനെയായാലും നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അടുത്തത് വിഷ്ണുമായ സ്വാമി തുള്ളി വരുന്ന പരിപാടിയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, തുള്ളുന്ന ആൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഷയായിരിക്കണം സ്വീകരിക്കേണ്ടത്. ഇന്ന ഭാഷ എന്നൊന്നും നിർബന്ധമില്ല. വായിൽ തോന്നിയത് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറയുക. ഇത് പരിഭാഷ ചെയ്യാനായി എടുത്തൊരാളിരിക്കണം. അയാളായിരിക്കണം വരുന്ന ഭക്തന്റെ കഥകൾ കേട്ട് അത് സ്വാമിയുടെ അടുത്ത് പറഞ്ഞ് സ്വാമി പറയുന്ന മനുഷ്യർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഭാഷ ഭക്തരിലേക്ക് എത്തിക്കേണ്ടത്. ഇയാൾ തന്നെയായിരിക്കണം ഇനി ചെയ്യേണ്ട കർമ്മത്തിന്റെ കാശ് എത്രയാണ് എന്ന് പറയേണ്ടതും. അത് നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ആളുകളെ നോക്കി വേണം വില പറയാൻ. പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും അധികം തുക വാങ്ങരുത്. എന്നാൽ അത്യാവശ്യം ബിസിനസ് ഒക്കെ നടത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്നും നല്ല തുക വാങ്ങാം. കാരണം അവർക്ക് ആ തുക ബിസിനസ്സിൽ നിന്നും ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന വിശ്വാസം അവർക്ക് വരുത്തണം. ഇപ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെയായി. ഈ ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത, സ്വാമിയുടെ അടുത്ത് വന്ന് കർമ്മം ചെയ്തിട്ട് കാര്യം സാധിച്ചില്ലെങ്കിലും ആരും പരാതിയായി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എതിരെ നിൽക്കുന്നത് വിഷ്ണുമായ സ്വാമിയല്ലേ. പരാതി പറഞ്ഞാൽ സ്വാമി ഉള്ളതും കൂടി ഇല്ലാതാക്കും എന്നൊരു തോന്നൽ ഭക്തരിലുണ്ടാകും. അതുകൊണ്ട് ആ ഒരു ഭാഗം എപ്പോഴും സേഫായിരിക്കും. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഇതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ചാത്തൻ സേവാ മഠങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ അവിടെ ചെന്ന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ഇന്നും പ്രത്യേകിച്ചൊരു ഗുണവുമില്ലാതെ നടക്കുന്നു. നിങ്ങളെന്നും വിഷ്ണുമായ സ്വാമിയുടെ ഭക്തനായിരിക്കുക. എന്നുവെച്ച് ഇതുപോലുള്ള മഠങ്ങളിലും മറ്റും പോയി അനാവശ്യമായി കാശ് കളയാൻ നിൽക്കരുത്. അതെല്ലാം 100% ബിസിനസ് മാത്രമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടാകും, നീയും ചെയ്യുന്നത് ഈ ബിസിനസ് തന്നെയല്ലേ എന്ന്. ഒരിക്കലുമല്ല. ഞാൻ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തനാണ്. ഞാൻ ഒരാൾക്കും കർമ്മം ചെയ്തു കൊടുക്കുകയോ മന്ത്രസിദ്ധി നേടിക്കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ ഇന്നേ വരെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുമില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനൊരു വിഷ്ണുമായ സേവകനല്ല. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. വിഷ്ണുമായ സ്വാമി നിങ്ങളുടെ തറവാട്ടമ്പലത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം. അതുതന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല രക്ഷയും. വിഷ്ണുമായ സ്വാമി എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും രക്ഷിക്കട്ടെ. ഇത്രയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിഷ്ണുമായ സ്വാമി നമുക്ക് ശത്രുവാകുന്ന സമയം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.